ഹായ് നമസ്കാരം, എല്ലാവർക്കും സിൽവർ സ്റ്റാർ ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു വൈറ്റ് സ്റ്റുഡിയോയിൽ ഞാനൊരു കമൻറ്റ് 2 ദിവസം മുന്നേ വന്ന കമൻറ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യമാണ്, ഞാൻ 2 ആഴ്ചയായിട്ട് എനിക്ക് വീഡിയോ ഇടാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരാഴ്ചയായിട്ട് ഞാൻ തമിഴ്നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ആയിരുന്നു. എന്നാൽ ഒരു ചെറിയ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വീഡിയോ എനിക്ക് ഇന്ന് ഇടാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കാവ്യ ജോലിക്ക് പോയി തുടങ്ങി. കാവ്യക്ക് ജോലിയൊക്കെ റെഡിയായി. കാവ്യ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അപ്പോൾ അതുകൊണ്ട് കാവ്യ ഇനിയുള്ള വ്ളോഗുകളിൽ വളരെ കുറവായിരിക്കും, ഉണ്ടാവും, വളരെ കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ദിവസം മുന്നേ നമ്മുടെ അഞ്ജിത നായരുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല ചേച്ചി ഇങ്ങനെ ഞെട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പേര് അയച്ചിരിക്കുന്ന ആൾ നിന്ന് പ്രസീത KP. ഞാൻ ആളിപ്പോൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല. ഇപ്പോൾ ആൾ കണ്ടിട്ട് എന്തിനാ എന്നെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എനിക്ക്. നിങ്ങൾക്ക് എന്താ അവകാശം? ആദ്യത്തെ കമൻറ്റ് ഇങ്ങനെ വന്നത്, നിങ്ങൾക്ക് എന്താ അവകാശം അവരെ കുറ്റം പറയാൻ? നിങ്ങൾക്ക് എന്താ അവകാശം അവരെ കുറ്റം പറയാനാണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ചാനലിൽ പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും വീഡിയോ നിങ്ങൾ ആദ്യം ഇട്ട് കാണിക്കുക. ഈ പരദൂഷണ പണി ആദ്യം നിർത്തിവെക്കൂ. എന്താ ചേച്ചി ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചേച്ചി ഇതിൽ വ്യക്തമായിട്ട് പറയുള്ളൂ. ഞങ്ങൾ ഉപകാരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാം ചേച്ചി. ഈ കാണുന്നതും പിന്നെ ഈ കാണുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ ഉപകാരമായിട്ടുള്ള വീഡിയോകളായിരുന്നു ഞങ്ങൾ ചെയ്തത്. ചേച്ചി ഇതൊന്നും കാണാണ്ട് ചേച്ചിയാണ് അനിയത്തിയാണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ചേച്ചിന്ന് തന്നെ വിളിക്കുന്നുള്ളൂ. ചേച്ചി ഈ വീഡിയോയ്ക്ക് മാത്രമല്ല കമൻറ്റ് ഇട്ടോളൂ. ചേച്ചിക്ക് കാണാൻ താല്പര്യമുള്ള വീഡിയോ ഇതായിരുന്നു, അതുകൊണ്ടാണ് ചേച്ചി ഇത് കണ്ടത്. അപ്പോൾ താല്പര്യമുള്ള വീഡിയോ, ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ട് ചേച്ചി കാണാൻ പറ്റിയില്ല. അതിനുശേഷം ചേച്ചി പറയുന്ന കുറ്റമാണ് ഞങ്ങൾ ഇൻഫോർമേറ്റീവായ വീഡിയോ ചേച്ചിക്ക് അങ്ങനത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആണ് ചേച്ചിക്ക് വേണ്ടത്. പറയൂ, ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പറയരുത് ഒരിക്കലും ഇങ്ങനെ. ചേച്ചി ഈ ചാനലിൻ്റെ ഈ ഒരു വീഡിയോ മാത്രം കണ്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ നിങ്ങളെ ഞാൻ എന്ത് വേണം. ചേച്ചി വേറെ ഞങ്ങൾ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. സഹായിക്കാനുള്ള ആൾക്കാരുടെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മുല്ലപ്പെരിയാറിനെ പറ്റി ചെയ്തിട്ടുണ്ട്, ഒരു അമ്മേനെ തല്ലിയ വിഷയം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണാണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേസ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ അതേ വീഡിയോയ്ക്ക് തന്നെ അടിയിൽ വേറൊരു കമൻറ്റ് വന്നേക്കാണ്, ആളുടെ തന്നെ വേറൊരു കമൻറ്റ് വന്നേക്കാണ്. അവരുടെ വീഡിയോസ് ഇഷ്ടമല്ലെങ്കിൽ അതൊന്നും കാണാതിരുന്നാൽ പോരെ, ഇതുപോലുള്ള വീഡിയോസ് കാണാനിരിക്കുന്നത് കൊണ്ടല്ലേ അവർക്ക് ഇടാനും കൂടുതൽ പ്രചോദനം. കാണുന്നത് നിർത്തിയാൽ അവർ ഇടുന്നത് നിർത്തിക്കോളും. നല്ല കാര്യമാണ് പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാതിരുന്നാൽ പോരെ. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരോ ഉണ്ടാക്കി വിട്ടതല്ല. അതാണ് കാര്യം. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മ ആരും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ആരും ഇടരുത്, ഈ വീഡിയോ അവൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഇത് യൂട്യൂബിൻ്റെയാണ്. അപ്പോൾ അവർ തീരുമാനിക്കും. ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ഇതൊക്കെ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് തീരുമാനിക്കുന്നത് ഏത് വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ആരുടെ മുമ്പിലേക്ക് ഏത് വീഡിയോ ഒക്കെ എത്തിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ വീഡിയോ ഒക്കെ 52, 10, 15 വ്യൂവേഴ്സൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അപ്പോൾ എൻ്റെ ചില വീഡിയോകൾ ഇങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണ്ട വീഡിയോ ഇതാണ്. അപ്പോൾ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനത്തെ വീഡിയോ ഞാൻ എത്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആരോടും കാണുന്നു പറഞ്ഞിട്ടല്ല. ഈ 9K 10K വ്യൂവേഴ്സ് എനിക്ക് കിട്ടണേ എങ്ങനെയാണ്? ഇതാണ് ആൾക്കാർക്ക് വേണ്ട വീഡിയോ. അപ്പോൾ ആൾക്കാർ ഇത് തിരഞ്ഞു പിടിച്ച് വരും. അപ്പോൾ അവരിടുന്നത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേപോലത്തെ പണി നിർത്തും. സംഭവം എന്താ, അവരുടെ ഈ പരിപാടി നിർത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചാനലിൽ ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഇടല. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവലർ എബിൻ ചേട്ടൻ്റെ ട്രോളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആളെക്കുറിച്ച് ആരെങ്കിലും അധികം ഒരുപാട് വിമർശിക്കുന്നില്ല. കാരണം ആർക്കും അങ്ങനെ വിമർശിക്കേണ്ട കാര്യവുമില്ല. കാരണം ആളുടെ ജോലി ആൾ ചെയ്യുന്നു. പിന്നെ ഒരുപാട് നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എംഫോടെക്, ജിയോ മച്ചാൻ, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ചാനലുകൾ, ഒരുപാട് ചാനലുകൾ എനിക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരും വിമർശിക്കാനായിട്ട് ഒരുപാട് പോകണില്ല. അതൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് ട്രോളിങ് പോണേ. പക്ഷെ ഇങ്ങനെയുള്ള ചാനൽ നമ്മൾ ട്രോൾ ചെയ്യണത് വേറെ ഒന്നും കൊണ്ടല്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി അതായതും കൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചേട്ടാ ഇന്നതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഞാൻ പറയുന്ന പ്രസീത KP എന്ന് പറയുന്ന ആളെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് ക്ഷമിക്കണം. കാരണം നമ്മൾ ഒരിക്കലും ഒരാൾ വിമർശിക്കുന്നതിന് മുന്നേ നമ്മൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് എന്നും കൂടി ഒന്ന് ചിന്തിക്കുക. ഞാൻ ഒരാളെ മാത്രമല്ല ഇത് പറഞ്ഞത്, ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളും കേൾക്കാം. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കാമായിരുന്നു. അവർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം പറയാം. ഇപ്പോൾ നിങ്ങൾ അവരുടെ റിലേറ്റീവ് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ താല്പര്യമില്ല, ഇതൊന്നും വേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും മുന്നായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പോൾ എനിക്ക് ഇതേപോലെ ഇപ്പോൾ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. കാരണം വേണമെന്നുണ്ടല്ല, നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതിൽ ഉള്ള ഓരോ വീഡിയോകളും ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും. അതുവരെയും ടാറ്റാ ബൈ ബൈ.